ഈശോമിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. വിശുദ്ധ ലൂക്കാ അറിയിച്ച സുവിശേഷം 8-ാം അധ്യായം 7-ാം വാക്യം. മുൾച്ചെടികൾ അതിനോടൊപ്പം വളർന്ന് അതിനെ ഞെരുക്കിക്കളഞ്ഞു. ദൈവ വചനമാകുന്ന വിത്ത് നമ്മുടെയൊക്കെ ഉള്ളില് ദൈവം നിക്ഷേപിച്ചിട്ടുണ്ട്. പക്ഷെ പലപ്പോഴും നമ്മുടെയൊക്കെ ഈ വചനമാകുന്ന വിത്തിന് സംഭവിക്കുന്നത് എന്താണ് എന്ന് ഇന്നത്തെ വചനത്തിലൂടെ ഈശോ നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. ആഗ്രഹത്തോടുകൂടി ദൈവം വിതച്ച ഈ വിത്ത് വളർത്തുവാനായിട്ട് നമ്മൾ പരിശ്രമിക്കുന്നുണ്ട്. എന്നാൽ പലപ്പോഴും നമ്മുടെയൊക്കെ ജീവിതത്തിൽ സംഭവിക്കുന്നത് ഇത് വളർത്താനായിട്ട് നമുക്ക് സാധിക്കാതെ പോവുകയും അതിന് പ്രധാന കാരണം എന്ന് പറയുന്നത് നമ്മുടെ ഈ ലോക മോഹങ്ങളും ആഗ്രഹങ്ങളുമാണ്. അതാണ് മുൾച്ചെടികൾ വളർന്ന് അതിനെ ഞെരുക്കി കളഞ്ഞു. ഈ ലോകത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ ലോകമോഹങ്ങളുടെ പിന്നാലെ ഓടുമ്പോൾ ചില ഭൗതിക സുഖങ്ങൾക്ക് വേണ്ടി ദൈവവചനത്തെ ഉപേക്ഷിച്ച് കടന്നു പോകുന്ന വ്യക്തികളായിട്ട് നമ്മൾ മാറിയ പലപ്പോഴും ദൈവവചനത്തിന് നമ്മുടെ ജീവിതത്തിന് പ്രാധാന്യം കൊടുക്കുവാനായിട്ട് നമുക്ക് സാധിക്കാതെ പോകുന്നു. നമ്മുടെയൊക്കെ ജീവിതത്തിന്റെ വലിയൊരു പരാജയമിത. അതുകൊണ്ടാണ് പലപ്പോഴും ദൈവവചനത്തിന് ഫലം പുറപ്പെടുവിക്കുവാനായിട്ട് സാധിക്കാതെ പോകുന്നു. നമ്മുടെയൊക്കെ ജീവിതത്തില് നമ്മുടെയൊക്കെ ഉള്ളില് ഈ വചനമാകുന്ന വിത്ത് നമ്മുടെ ദൈവം സന്തോഷത്തോടുകൂടി വിതച്ചിട്ടുണ്ട് എന്ന് തിരിച്ചറിയാനായിട്ട് നമുക്ക് സാധിക്കണം. പിന്നെ എന്തുകൊണ്ടാണ് എൻ്റെ ജീവിതത്തില് ഈ വചനമാകുന്ന വിത്തിന് ഫലം പുറപ്പെടുവിക്കുവാനായിട്ട് സാധിക്കാതെ വരുന്നത്? ദൈവസന്നിധിയിൽ ശാന്തമായിട്ടിരുന്ന് നമ്മളൊക്കെ ഒന്ന് ആത്മശോധന ചെയ്യാം. എന്താണ് എൻ്റെ ജീവിതത്തിന്റെ കുറവ്? ചില തഴക്കദോഷങ്ങൾ എൻ്റെ ജീവിതത്തിലുണ്ടോ? ചില ആഗ്രഹങ്ങൾക്കും ചില മോഹങ്ങൾക്കും ഞാൻ എൻ്റെ ജീവിതത്തിൽ കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നുണ്ടോ? അത് നേടാനായിട്ടുള്ള ഓട്ടമാണോ? അതോ വചനമാകുന്ന വിത്തിനെ ഞാൻ പരിഗണിക്കാതെ അത് വളർത്തുവാനായിട്ടോ പരിപോഷിപ്പിക്കുവാനായിട്ടോ ഉതകുന്ന രീതിയിൽ ഒന്നും ചെയ്യാതെ കടന്നു പോകുന്ന ഒരു വ്യക്തിയാണോ ഞാൻ? ആണെങ്കിൽ ഈശോ നമ്മളെ ഓർത്ത് ഒത്തിരിയേറെ വേദനിക്കുന്നുണ്ട് എന്ന് തിരിച്ചറിയാനായിട്ട് നമുക്ക് സാധിക്കട്ടെ. ദൈവം നമ്മുടെ ഉള്ളിൽ വെച്ച വചനമാകുന്ന വിത്ത് പരിപോഷിപ്പിച്ച് വളർത്തി നല്ല ഫലം പുറപ്പെടുവിക്കുവാനായിട്ട് ഈ ലോകമോഹങ്ങളാകുന്ന മുള്ളുകള് സന്തോഷത്തോടുകൂടി ത്യാഗത്തോടുകൂടി ഉപേക്ഷിച്ച് ദൈവത്തിന്റെ വചനത്തിന് ജീവിതത്തിൽ പ്രാധാന്യം കൊടുത്ത് സന്തോഷത്തോടുകൂടി ജീവിക്കുവാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കാൻ ശ്രമിക്കാം. ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. ആമേൻ.